ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗമായ പഴയ നിയമം, അത് മോശയുടെ തോറ പഞ്ചഗ്രന്ഥമായാലും തുടർന്നുള്ള നിവ്യമാരുടെ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളായാലും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനവും അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ മുന്നറിയിപ്പുകളും ഇസ്രായേൽ ജനത്തിന്റെ പ്രതീക്ഷയുമാണ് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയില് പഴയ നിയമത്തിൽ നിന്നുള്ള 2 വായനകൾ, മോശയുടെ തോറായിൽ നിന്നും നിയമഗ്രന്ഥത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്ന് ഒരാളിൽ നിന്നും നമ്മൾ വായിച്ചുകൊണ്ട് വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈ ഞായറാഴ്ചത്തെ പഴയ നിയമ വായനകളില് 2ാമത്തേത് ഏഷ്യ നിവിയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അവിടെ 42ാം അധ്യായത്തിൽ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച്, മിശിഹായുടെ ദൗത്യം എന്താണ് പിതാവായ ദൈവം മിശിഹായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്താണ് എന്നുള്ള സൂചനയുണ്ട്. അവിടുന്ന് പ്രവാചകനിലൂടെ അരുൾ ചെയ്യുകയാണ്, ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയായും ജനതകൾക്ക് പ്രകാശമായും നൽകാൻ പോവുകയാണ്. ജനത്തിന് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിനാണ്. ഇസ്രായേൽ ജനത്തിന് ഉടമ്പടിയായും ജനതകൾക്ക്, സകല ജനതകൾക്കും പ്രകാശമായും നിന്നെ ഞാൻ നൽകാൻ പോവുകയാണ് എന്ന്. എന്തിനു വേണ്ടിയാണ്? പിതാവായ ദൈവത്തിന്റെ നീതി സ്ഥാപിക്കുന്നതിന്. അതെപ്രകാരമാണ് സ്ഥാപിക്കേണ്ടത്? ജനത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ്. അവരെ അടിമത്തത്തിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന്, മരണത്തിന്റെ ഭയത്തിൽ നിന്നെല്ലാം മോചിപ്പിച്ചുകൊണ്ട് വേണം നീ അവർക്ക് നീതി സ്ഥാപിച്ചു കൊടുക്കുവാനെന്നും പ്രവാചകനിലൂടെ, ഏഷ്യ നിവിയായിലൂടെ ദൈവം അരുൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ വരാനിടുന്ന മിശിഹായെക്കുറിച്ച്, മിശിഹായുടെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം ഏഷ്യ നിവിയായുടെ പുസ്തകത്തിൽ നമുക്ക് ധാരാളം സൂചനകൾ കാണുവാൻ സാധിക്കും. അതിലൊന്നാണിത്. ഈശോയുടെ ജീവിതത്തില് ഈ പിതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച ആ പുത്രൻ തമ്പുരാന് നൽകിയിരുന്ന ദൗത്യം നിറവേറ്റുന്നത് നമുക്ക് ഓരോ സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കും. ഈശോ എപ്രകാരമാണ് ദൈവം ഏൽപ്പിച്ച, പിതാവായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയത് തന്റെ ജീവിതത്തിലൂടെ, തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എന്നുള്ളതാണല്ലോ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷ ഗ്രന്ഥങ്ങളെ ഈശോയുടെ ജീവചരിത്രങ്ങളെന്ന് വിവരിക്കുന്നത്. ജീവചരിത്ര ഗ്രന്ഥങ്ങളില് ആരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതം, പ്രവർത്തനങ്ങള്, അതോടൊപ്പം തന്നെ പ്രബോധനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 5 ഈശോയുടെ പ്രബോധനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ 5 പ്രബോധനങ്ങളെ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത് ഈശോയുടെ പ്രവർത്തനങ്ങളുമായി ഇടകലർത്തിയാണ്. ആദ്യത്തെ 4 അധ്യായങ്ങളില് ഈശോയുടെ ദൈവികവും മാനുഷികവുമായ ഉത്ഭവങ്ങളെക്കുറിച്ച്, ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് ജനിക്കുന്നത്, റൂഹായാലാണ്, മാനുഷികമായി അബ്രഹാത്തിന്റെ സന്തതി പരമ്പരയില് മറിയത്തിൽ നിന്നാണ് ജനിക്കുന്നത്, കന്യകയായ മറിയത്തിൽ നിന്നാണ്. അപ്പോൾ ആ ദൈവികവും മാനുഷികവുമായ ഉത്ഭവവും ആദ്യകാല ജീവിതം, ബാല്യകാലവും ആദ്യകാല പ്രവർത്തനങ്ങളുമെല്ലാം വിവരിച്ചിട്ട് 5, 6, 7 അധ്യായങ്ങളിൽ ദീർഘമായ ഒരു പ്രഭാഷണ സമാഹാരമാണ്. ഈ പ്രഭാഷണ സമാഹാരത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് 8, 9 അധ്യായങ്ങളിൽ ഈശോയുടെ പ്രവർത്തനങ്ങളാണ്. തുടർന്ന് വീണ്ടും 10ാം അധ്യായത്തിൽ പ്രഭാഷണ സമാഹാരമാണ്. അപ്പോൾ അത് പിന്നെ അങ്ങ് പോവുകയാണ്. ഇങ്ങനെയാണ് അത്. ആദ്യം 5, 6, 7 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണത്തില്, മലയിലെ പ്രസംഗത്തില് ഈ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് എങ്കിൽ, തുടർന്നുള്ള 8, 9 അധ്യായങ്ങളിൽ തുടർച്ചയായിട്ട് ഈശോ ചെയ്ത അത്ഭുതങ്ങളും അവിടുത്തെ മിശിഹായാണ് എന്ന് തെളിയിക്കുന്ന ദൈവിക ശക്തി, ദൈവിക അധികാരം വെളിവാക്കുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളുമാണ്. പ്രബോധനമായാലും പ്രവർത്തനങ്ങളായാലും എല്ലാം ദിവ്യായിലൂടെ ദൈവം വരാനിരിക്കുന്ന മിശിഹ ചെയ്യുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടുന്ന് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 8ാം അധ്യായത്തിൽ വിവരിക്കുന്ന 2 അത്ഭുതങ്ങളാണല്ലോ നമ്മുടെ സുവിശേഷ ഭാഗം. തൊട്ടു മുൻപ് 7ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളില് സുവിശേഷൻ പറയുന്നുണ്ട്, ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ പഠിപ്പിച്ചിരുന്നത് ഇസ്രായേലിലെ നിയമജ്ഞരെയും പ്രീശരെയും പോലെ അല്ല, മറിച്ച് അധികാരമുള്ളവനെ പോലെയാണ്. അതുകൊണ്ട് അവന്റെ പ്രബോധനത്തിൽ ജനങ്ങള് ആശ്ചര്യം കൊണ്ടു എന്നും സുവിശേഷകൻ പറയുന്നുണ്ട്.
തൊട്ടു പിന്നാലെയാണ് ഈശോയുടെ ദൈവിക അധികാരം, അവിടുന്ന് ദൈവപുത്രനാണ്, ദൈവമാണ് എന്നുള്ള ആ സത്യം വെളിവാക്കുന്ന ദിനഹാക്കാലത്ത് ഈശോയുടെ ദൈവത്വം, അവിടുത്തെ ദൈവിക അധികാരം വെളിപ്പെടുത്തുന്ന രംഗങ്ങളാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ ഈശോയുടെ ദൈവിക അധികാരം പിതാവായ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, ഈശോയുടെ പ്രവർത്തനങ്ങളിലൂടെ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയവർ വെളിപ്പെടുത്തുന്നത്. ഈ വെളിപ്പെടുത്തലുകളാണല്ലോ ഈ ദനഹാക്കാലത്ത് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ ഇവിടെ ഈശോ തന്റെ ദൈവികമായ അധികാരം 2 അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ആദ്യത്തെ അത്ഭുതം കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നതാണ്. രണ്ടാമത്തത് ശതാധിപന്റെ ഭൃത്യന് സുഖപ്പെടുത്തുന്നതുമാണ്. ഇത് ഈ അത്ഭുതങ്ങളെ സുവിശേഷന്മാർ വിളിപ്പിക്കുന്നത് അടയാളങ്ങളെന്നാണല്ലോ. അടയാളം എപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ഈശോ ദൈവപുത്രനാണ്, അവിടുന്ന് ദൈവം തന്നെയാണ് എന്നുള്ള സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയായിരുന്നു ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളില്ല. മലമുകളിൽ നിന്ന് ഗിരിപ്രഭാഷണം എല്ലാം കഴിഞ്ഞ് ഈശോ ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി ഈശോയെ സമീപിച്ച് എന്താണ് പറയുന്നത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നീ മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇവിടെയാണ് അവന്റെ വിശ്വാസം നമ്മൾ കാണുന്നത്. അവൻ ആ വിശ്വാസത്തോടെ കാത്തിരുന്നു. ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി കാത്തിരുന്നു. ഈ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി അതിനിടയ്ക്കൊന്നും കയറി ചെന്നില്ല. ക്രിസോസ്തോം പിതാവ് പറയും, അവന് ആ ക്ഷമയുണ്ടായിരുന്നു, അവനെ കാത്തിരിക്കുകയായിരുന്നു. മിശിഹാ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, കാരണം അവന് വിശ്വാസം ഉണ്ടായിരുന്നു ഈശോ സുഖപ്പെടുത്തുമെന്നുള്ളത്. ഒന്ന് മാത്രമേ അധികാരമുണ്ട് എന്നുള്ളത് ഉറപ്പായിരുന്നു. ഒന്ന് മാത്രമേ അറിയേണ്ടതിരുന്നുള്ളൂ, മനസ്സുണ്ടോ? നിനക്ക് സാധിക്കുമെങ്കിൽ എന്നല്ല പറയുന്നത്, നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം, നിനക്ക് മനസ്സുണ്ടായാൽ മതി. അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമുള്ളവനാവുക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൻ സുഖം പ്രാപിക്കുകയും ചെയ്തു. യഹൂദ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്ന ഈശോ ഉടനെ ഈ സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിയോട് പറയുകയാണ്, നീ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കാൻ പറയുന്നത്? ഒരുവൻ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് പുറത്താകുമായിരുന്നു. പ്രത്യേകിച്ച് ആരാധനാ സമൂഹത്തിൽ നിന്ന് പുറത്താകുമായിരുന്നു. അപ്പോൾ ഈ ആരാധനാ സമൂഹത്തിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് വീണ്ടും ഒരു വ്യക്തിയെ ഉൾച്ചേർക്കണമെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യേണ്ടിയിരുന്നത്, അതിന് സാക്ഷി നൽകേണ്ടിയിരുന്നത് പുരോഹിതരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നീ പോയി പുരോഹിതനെ കാണിക്കാൻ പറയുന്നത്. പുരോഹിതനെ കാണിക്കുക, നീ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന്. അവനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് നീ ആരാധനാ സമൂഹത്തിലേക്കും പൊതുസമൂഹത്തിലേക്കും പുനഃപ്രവേശനം നടത്തുക എന്നാണ് ആ പറഞ്ഞു വിട്ടതിന്റെ അർത്ഥം. സഭാപിതാക്കന്മാർ പറയും, ഒപ്പം ഈ പുരോഹിതന്മാർക്കൊരു സാക്ഷ്യത്തിന് വേണ്ടി കൂടിയായിരുന്നു, ഒരു തെളിവിന് വേണ്ടി കൂടിയായിരുന്നു. ഈശോയുടെ ആ ദൈവപുത്രത്വത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം അവരുടെ മുൻപിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. എങ്കിലും അവർ വിശ്വസിച്ചില്ല എന്നുള്ളതായിരുന്നല്ലോ ഇസ്രായേൽ ജനതയുടെ വലിയ പരാജയം. അവര് ഇസ്രായേൽ ജനത പുരോഹിതരാകട്ടെ, നിയമജ്ഞരാകട്ടെ, ഫരിസേയരാകട്ടെ വിശ്വസിക്കുന്നതിന് പരാജയപ്പെടുന്നിടത്താണ് രണ്ടാമത്തെ സംഭവത്തില് വിജാതീയനായ ഒരു ശതാധിപനാണ് ഈശോയിലുള്ള വിശ്വാസവുമായിട്ട് വരുന്നത്. ശതാധിപന്റെ ആവശ്യം എന്താണ്? അവന്റെ ഭൃത്യൻ ഇതാ രോഗിയായിരിക്കുന്നു, മരണാസന്നനായിരിക്കുന്നു, വന്ന് സുഖപ്പെടുത്തണം. അപ്പോൾ രോഗിയെ കൊണ്ടുവരുന്ന പോലുമില്ല. ഈശോ ഒരു വാക്കരുൾ ചെയ്താൽ മതി, അവൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം ആ ശതാധിപനുണ്ടായിരുന്നു. യഹൂദ ജനതയ്ക്ക് ഇല്ലാതെ പോയ, ദൈവം തെരഞ്ഞെടുത്ത് പരിപാലിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടുവന്ന പ്രവാചകന്മാരെ അയച്ച് നയിച്ചുകൊണ്ടിരുന്ന, വെളിപ്പെടുത്തി നൽകിയിരുന്ന, മിശിഹായെക്കുറിച്ച് അറിയിപ്പ് നൽകിയിരുന്ന ആ ഇസ്രായേൽ ജനത മിശിഹ വന്നപ്പോൾ തിരിച്ചറിയാതെ പോയി. തിരിച്ചറിഞ്ഞതാരാണ്? വിജാതി ജനതകളാണ് തിരിച്ചറിയുന്നത്. അതിന്റെ പ്രതീകമായിരുന്നു. ശതാധിപൻ റോമാക്കാരനായിരുന്നു, റോമൻ സൈന്യാധിപനായിരുന്നു, 100 പടയാളികൾ കീഴിലുള്ള ഒരു അധികാരമുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈശോയുടെ അധികാരത്തെ മനസ്സിലാക്കുന്നത് അവന്റെ അധികാരവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. അത് പറയുന്നത് മെപ്സോസ്ത്യായിലെ തിയഡോർ സഭാപിതാവാണ്. തിയഡോർ പറയും, തന്റെ അധികാരവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് ഈ ശതാധിപൻ ഈശോയുടെ അധികാരത്തെ മനസ്സിലാക്കുന്നത്. ഇവന് ലഭിച്ചിരുന്ന ഈ അധികാരം ഉപയോഗിച്ച് ഭരിക്കുന്നതിന്, തന്റെ കീഴിലുള്ള ഭടന്മാരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിനുള്ള അർഹത, അവകാശം അവനുണ്ടായിരുന്നു. ഒരു ഭടനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, മറ്റൊരാളോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. ഈ അധികാരം തന്നെ ഈശോയ്ക്കുമുണ്ട്. എന്തിന്റെ മേലെ? ഈ രോഗത്തിന്റെ മേലും മരണത്തിന്റെ മേലും എല്ലാം അധികാരമുണ്ട് എന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. ദൈവികമായ ഒരു ശക്തി ഈശോയിലുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസവുമായിട്ടാണ് ശതാധിപൻ വരുന്നത്. അപ്പോൾ ഇവന്റെ വിശ്വാസം കണ്ട ഈശോ ഉടനെ പറഞ്ഞു, ഞാൻ വരാൻ നിന്റെ വീട്ടിലേക്ക്. അപ്പോൾ അവൻ പറയുകയാണ്, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, എനിക്ക് അത്രയും വിശ്വാസമുണ്ട് എന്ന് പറയുകയാണ്. ആഗസ്തിനോസ് പിതാവ് പറയും, ഈശോ അവന്റെ ഭവനത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, പ്രവേശിച്ചില്ല എന്നുള്ളതല്ല, അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഹൃദയത്തിൽ ഈശോ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് അവിടുന്ന് ആ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അവനെ സ്വീകരിക്കുകയാണ്, അവനെ ഉൾക്കൊള്ളുകയാണ്, അവനെ തന്റേതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആഗസ്തിനോസ് പിതാവ് പറയും.
അവന്റെ ഈ വിശ്വാസം കണ്ടിട്ട് ഈശോ എന്താണ് പറഞ്ഞത്? ഇതാ നിന്റെ ഈ വാക്ക് മൂലം, ഈ വിശ്വാസം മൂലം നിന്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചിരിക്കുന്നു, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു വിടുകയാണ്. തൽക്ഷണം ആ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്നും സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് അത്ഭുതങ്ങളിലും നമ്മൾ കാണുന്നത് വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം. ഈശോ ദൈവപുത്രനാണ്, ദൈവികമായ അധികാരമുള്ളവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നവനാണ്. എന്തിനു വേണ്ടി? സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി, വിമോചിപ്പിക്കുവാൻ വേണ്ടി. ബന്ധനത്തില്, കാരാഗൃഹത്തില്, രോഗത്തിന്റെ അടിമത്തത്തിലൊക്കെ ആയിരിക്കുന്നവരെല്ലാവരെയും വിമോചിപ്പിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവനാണ് ഈശോ എന്നുള്ള ആ ബോധ്യം, ആ വിശ്വാസം, അതാണ് ഈ രക്ഷയ്ക്ക്, വിമോചനത്തിന് ഇവർക്ക് ഇരുവർക്കും കാരണമായി തീരുന്നത്. ഈ വിശ്വാസം അതിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് ഈശോയുടെ ദൈവികതയാണ്. ഒപ്പം ഈശോ ഈ പരോന്മുഖമായി ജീവിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. ഈശോയ്ക്ക് നൽകപ്പെട്ട ഈ അധികാരം, ഈ ദൗത്യം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായിരുന്നല്ലോ. ആത്യന്തികമായി അവിടുന്ന് തന്റെ ജീവിതവും പ്രവർത്തനങ്ങളും മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്കറിയാം. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത് തന്നെ, മനുഷ്യരൂപം സ്വീകരിച്ചത് തന്നെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പരോന്മുഖമായ ഒരു അസ്തിത്വമായിരുന്നു അവിടുത്തേത്. മനുഷ്യനായി അവതരിക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും മരിക്കുന്നതും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുമ്പോഴും ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുമ്പോഴും എല്ലാം ഈ പരോന്മുഖതയാണ് അവിടെ വ്യക്തമാവുക. ദൈവവുമായി ഒന്നായിരുന്ന, സദാസമയവും ദൈവോന്മുഖനായി ജീവിച്ചിരുന്ന മിശിഹ, മനുഷ്യനായി അവതരിച്ച ആ മിശിഹ പരോന്മുഖനായി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം, തന്റെ അവകാശം, തന്റെ ആ ദൈവികത, ദൈവിക മഹത്വം അവർക്ക് വേണ്ടി കൂടി വിനിയോഗിക്കുകയാണ്. ഇതേക്കുറിച്ച് ഇതിന്റെ വ്യത്യസ്ത മാനങ്ങളായിരുന്നു മറ്റു വായനകളിലൂടെ സഭാമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ആദ്യത്തെ വായനയിൽ ദശാംശം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് ഈ ദശാംശം ഉപകാരപ്പെടുന്നത്? ഓഹരിയും അവകാശമൊന്നുമില്ലാത്ത ലേവ്യർക്കും, അനാഥർക്കും, വിധവകൾക്കും, പരദേശികൾക്കുമൊക്കെയാണ്. അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ നാമം പ്രത്യേകവിധം അനുസ്മരിക്കപ്പെടുന്ന ദൈവാലയത്തിൽ ഇത് സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരുമോരുമില്ലാത്തവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. എല്ലാവരും ദശാംശം എല്ലാറ്റിന്റെയും സമർപ്പിക്കണം. അത് അനാഥർക്കും, വിധവകൾക്കും, പരദേശികൾക്കും, അവകാശവും ഓഹരിയും ഇല്ലാത്ത ലേവ്യർക്കും വേണ്ടിയുള്ളതാണ്. ഈ ഗണത്തെയാണ് കർത്താവിന്റെ ദരിദ്രർ, അനവിം യാഹ്വേ എന്ന് പഴയ നിയമത്തിൽ പൊതുവെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അവരോടുള്ള കരുതലാണ്, പരിഗണനയാണ് ഇസ്രായേൽ ജനത്തിനുണ്ടാകേണ്ട സ്വഭാവ സവിശേഷതയായിട്ട് മൂശയിലൂടെ ദൈവം നിർദ്ദേശിച്ചത്. ഇതേ കാര്യം തന്നെയാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, തിമോത്തിയോസിനോട് പറയുകയാണ്, നീ നിന്റെ ധനികന്മാരെ ഉദ്ബോധിപ്പിക്കേണ്ടത് എന്താണ്? അവരുടെ പ്രത്യാശ സമ്പത്തിൽ വയ്ക്കാതെ ദൈവത്തിൽ വെച്ച് ജീവിക്കുവാനായിട്ട് അവരെ നീ ഉദ്ബോധിപ്പിക്കണം. ഔദ്ധത്യം വെടിഞ്ഞ് ധനവാന്മാരോട് പറയണം, അത് ഔദ്ധത്യം ഉപേക്ഷിക്കാൻ പറയണം. പ്രതീക്ഷ സമ്പത്തിൽ വയ്ക്കാതെ ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുവാനായിട്ടും, അങ്ങനെ സൽപ്രവർത്തികളിലൂടെ വിശാല മനസ്കരും ഉദാരമതികളുമായി തീരുവാനും യഥാർത്ഥ ജീവൻ അവകാശമാക്കുവാൻ വേണ്ടി ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയുവാനും ധനികർക്ക് സാധിക്കണം. ദൈവം നൽകിയിരിക്കുന്ന ഈ സമ്പത്ത് അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ആവശ്യത്തിരിക്കുന്നവർക്ക് വേണ്ടി, അത് അനാഥർക്കും, വിധവകർക്കും, ദരിദ്രർക്കുമൊക്കെയായിട്ട് പങ്കുവെക്കുന്നതിലൂടെ ആ പരോന്മുഖമായ ജീവിതം കൂടി മിശിഹായുടെ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മിശിഹാനുയായികളായി തീരുന്നത് എന്ന് പൗലോസ്ലീഹ ഈശോയുടെ പ്രബോധനവും ഈശോയുടെ ജീവിത മാതൃകയും വ്യാഖ്യാനിച്ച് ആദിമസഭയ്ക്ക് നൽകുന്നതാണ് നമ്മൾ ലേഖനത്തിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ഈശോയുടെ ആ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഈ അത്ഭുതങ്ങൾ, അവിടുത്തെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരുന്ന ആ മനോഭാവങ്ങൾ അനുകരിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള പ്രചോദനം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.